ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ ക്ലാസ്സസ് എല്ലാം ചെയ്തിട്ട് വീട്ടിലെല്ലാവർക്കും അസുഖമായിരുന്നു. ഹസ്ബൻഡിനും മോൾക്കും എനിക്കും എല്ലാം പനിയും ചുമയൊക്കെ ആയിരുന്നു തുടക്കം. പിന്നെ ഞങ്ങൾക്കൊക്കെ പനിയും ചുമയോടെ നിന്ന് മോൾക്കാണെങ്കിൽ അത് കഴിഞ്ഞ് ഫുൾ സ്റ്റൊമക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ഓടുക തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ തീരെ വയ്യായിരുന്നു. അതുകൊണ്ടാണ് ക്ലാസ്സിലൊന്നും ചെയ്യാൻ സാധിക്കാതെ ആയിപ്പോയത്. അപ്പോൾ ഞാൻ ഈ ഒരു എക്സാം ടൈം നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം. ഒത്തിരി ക്ലാസ്സസ് എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങളിൽ 1-2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ കൂടെ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഇന്നൊരു മോഡൽ എക്സാം ചെയ്ത് നോക്കാം. 40 മാർക്കിന് 40 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ന്യൂ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, first one, the following suggestions can help a teacher to realize transfer of learning except rote learning should never be encouraged. Option B, the teacher should give several examples while teaching concepts and skills. Option C, emphasize principles, generalizations or rules. Option D, identical components between situations should not be pointed out. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ ആൻസർ ചെയ്യുക, എന്നിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ഡി ആണ്, ഐഡൻറ്റിക്കൽ കമ്പോണൻസ് ബിറ്റ്വീൻ സിറ്റുവേഷൻസ് ഷുഡ് നോട്ട് ബി പോയിൻറ്റഡ് ഔട്ട് എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ ഫോളോയിങ് സജഷൻസ് ക്യാൻ ഹെൽപ്പ് എ ടീച്ചർ ടു റിയലൈസ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. അതായത് ഈ തന്നതിൽ കുറച്ച് പോയിന്റ്സ് ഒക്കെ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് പോസിബിൾ ആക്കുന്നതാണ്. അതിൽ ഒന്ന് മാത്രം എക്സെപ്റ്റ് എന്താണ്, ആ എക്സെപ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നോക്കൂ, ഓപ്ഷൻസ് നോക്കൂ. റോട്ട് ലേണിംഗ് ഷുഡ് നെവർ ബി എൻകറേജ്ഡ്. അപ്പോൾ നമ്മൾ അറിയാം ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് സംഭവിക്കുന്നെങ്കിൽ അവിടെ എന്താണ്, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം, അതിൻ്റെ അപ്ലിക്കേഷനൊക്കെ നമുക്ക് അറിഞ്ഞുകൊണ്ട് വേണം. സോ അവിടെ റോട്ട് ലേണിംഗ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഷുഡ് നെവർ ബി എൻകറേജ്ഡ് എന്നുള്ളത് ഇവിടെ കറക്റ്റ് ആണ് അല്ലേ. ദെൻ സെക്കൻഡ് നോക്കൂ, ദ ടീച്ചർ ഷുഡ് ഗിവ് സെവറൽ എക്സാമ്പിൾസ് വൈൽ ടീച്ചിങ് കൺസെപ്റ്റ്സ് ആൻഡ് സ്കിൽസ്. അപ്പോൾ എക്സാമ്പിൾസിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അപ്പോഴും ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് പോസിബിൾ ആണ്. ദെൻ ഓപ്ഷൻ സിയിൽ എംഫസൈസ് പ്രിൻസിപ്പിൾ, ജനറലൈസേഷൻ ഓർ റൂൾസ്. അപ്പോൾ കാര്യങ്ങൾ ജനറലായിട്ട് അല്ലെങ്കിൽ റൂൾസ് രീതിക്ക് അല്ലെങ്കിൽ അവിടെ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, എംഫസൈസ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെയും ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് പോസിബിൾ ആണ്. ദെൻ ഓപ്ഷൻ ഡി നോക്കൂ, ഐഡൻറ്റിക്കൽ കമ്പോണൻസ് ബിറ്റ്വീൻ സിറ്റുവേഷൻ ഷുഡ് നോട്ട് ബി പോയിൻറ്റഡ് ഔട്ട്. അവിടെ ഷുഡ് നോട്ട് ബി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് പോസിബിൾ ആവണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ സിമിലർ ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യണം. ചെയ്താൽ മാത്രമേ അവിടെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് കുറച്ചും കൂടി ഈസി ആയിട്ട് പോസിബിൾ ആവത്തുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഷുഡ് നോട്ട് ബി എന്നാണ് അല്ലേ, നോട്ട് ബി പോയിൻറ്റഡ് ഔട്ട് എന്നാണ്. സോ ഓപ്ഷൻ ഡി ആണ് എക്സെപ്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നോക്കാം. ടെസ്റ്റ് ദാറ്റ് ആർ അഡ്മിനിസ്ട്രേഡ് ഓൺ സ്റ്റുഡൻസ് ടു മെഷർ ദെയർ ലേണിംഗ് ഔട്ട്കം ഈസ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, CCE, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ടെസ്റ്റ് ദാറ്റ് ആർ അഡ്മിനിസ്ട്രേറ്റഡ് ഓൺ സ്റ്റുഡൻസ് ടു മെഷർ ദെയർ ലേണിംഗ് ഔട്ട്കം. ലേണിംഗ് ഔട്ട്കം മെഷർ ചെയ്യാന്ന് പറയുമ്പോൾ ഏത് ടെസ്റ്റാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഇനി അടുത്തത് നോക്കാം. എനി ആക്ട് ദാറ്റ് ഈസ് നോട്ട് പ്രാക്ടീസ്ഡ് ഫോർ സം ടൈം ഗ്രാജുവലി decays indicates. ഓപ്ഷൻ എ ലോ ഓഫ് യൂസ്, ഓപ്ഷൻ ബി ലോ ഓഫ് ഡിസ്യൂസ്, ഓപ്ഷൻ സി ലോ ഓഫ് ഇഫക്റ്റ്, ഓപ്ഷൻ ഡി ലോ ഓഫ് പ്രോക്സിമിറ്റി. ഇതിൻ്റെ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് അല്ല, ലോ ഓഫ് ഡിസ്യൂസ് ആണ്. എനി ആക്ട് ദാറ്റ് ഈസ് നോട്ട് പ്രാക്ടീസ്ഡ് ഫോർ സം ടൈം. അപ്പോൾ നമ്മൾ കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും, ആ ഒരു സ്റ്റിമുലസ് റെസ്പോൺസിൻ്റെ കണക്ഷൻ ഒന്നും കൂടി വീക്കൻ ആവുക ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ബൈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കണക്ഷൻ കുറച്ചും സ്ട്രോങ് ആവും. ദാറ്റ് ഈസ് ലോ ഓഫ് യൂസ് ആണ് അവിടെ. ഇവിടെ എന്താണ്, ലോ ഓഫ് ഡിസ്യൂസ് ഇവിടെ വരിക അല്ല. നോട്ട് പ്രാക്ടീസ്ഡ് ഫോർ സം ടൈം ഗ്രാജുവലി decays. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ലോ ഓഫ് ഡിസ്യൂസ് ആണ്. ശരിയല്ലേ? Helping others because you hope for prize. This is an example of for extrinsic motivation, intrinsic motivation, natural motivation, self motivation. ഏതായിരിക്കും വരിക? ഹെൽപ്പിംഗ് അതേഴ്സ് ബിക്കോസ് യു ഹോപ്പ് ഫോർ പ്രൈസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ് അല്ലേ. പ്രത്യേകം പറയുന്നുണ്ട് യു ഹോപ്പ് ഫോർ പ്രൈസ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും നല്ലത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് എന്താണ്, ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ് അല്ലേ.
ഫിഫ്ത്ത് വൺ നോക്കാം. എ മോട്ടിവേഷണൽ തിയറി കംപ്രൈസിംഗ് ഓഫ് ഹ്യൂമൻ നീഡ്സ് ഡിപ്പിക്റ്റഡ് ആസ് ഹയറാർക്കിക്കൽ ലെവൽസ് ഈസ് ഡെവലപ്ഡ് ബൈ വൈഗോട്സ്കി, പിയാഷെ, ഗാഗ്നെ, മാസ്ലോ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എബ്രഹാം മാസ്ലോ ആണ് അല്ലേ. ദ മോട്ടിവേഷൻ തിയറി കംപ്രൈസിങ് ഹ്യൂമൻ നീഡ്സ്, നീഡ് ഹയറാർക്കിക് തിയറി എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ എബ്രഹാം മാസ്ലോ തന്നെയാണ്. Sixth one, Thorndike's trial and error learning is a classic example of stimulus response theory. Option B, Gestalt theory. Option C, field theory. Option D, classical theory. Thorndikeന്റെ trial and error learning is a classic example of ഏതാണ്? ഓപ്ഷൻ എ ആണ്, സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി. The project method is based on option A, the principle of selection. Option B, the principle of learning by doing. Option C, the principle of regulation. Option D, the principle of inspiration. The project method is based on ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ലേണിംഗ് ബൈ ഡൂയിങ്, the principle of learning by doing. ഓപ്ഷൻ എയ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. കണക്റ്റിംഗ് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് ദ സ്കൂൾ ഈസ് വൺ ഓഫ് ദ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്. NCF 2005, KCF 2005, NCERT, SCERT. ഏതാണ് വരിക? ഓപ്ഷൻ എ ആണ്, NCF 2005, കണക്റ്റിംഗ് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് ദ സ്കൂൾ. അപ്പോൾ സ്കൂളിൽ നിന്നും ഔട്ട്സൈഡുള്ള കാര്യമായിട്ടൊക്കെ നമ്മുടെ നോളജൊക്കെ കണക്ട് ചെയ്യാന്ന് പറയും. ഇറ്റ്സ് വൺ ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഗൈഡിംഗ് പ്രിൻസിപ്പിൾ ഓഫ് NCF 2005 ആണ്. അപ്പോൾ ബാക്കിയുള്ള ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്ക്, അറിയാത്തവരുണ്ടെങ്കിൽ. 5 ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ആണ് NCFൽ പറയുന്നത്. ടു ഷിഫ്റ്റ് ലേണിംഗ് ഫ്രം റോട്ട് മെത്തേഡ്, റോട്ട് ലേണിംഗ് ഇല്ല അവിടെ. അതുപോലെ തന്നെ കണക്റ്റിംഗ് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് ദ സ്കൂൾ. അപ്പോൾ സ്കൂളിൻ്റെ ഉള്ളിൽ മാത്രമല്ല നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ റിയൽ ലൈഫിലൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് സെക്കൻഡായിട്ട് പറയുന്നത്. ദെൻ ടു ഇൻ്റഗ്രേറ്റ് എക്സാമിനേഷൻ ഇൻ ടു ക്ലാസ് റൂം ലേണിംഗ് ആൻഡ് മേക്ക് ഇറ്റ് മോർ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് പറയുന്നത്. ദെൻ ടു എൻറിച്ചിങ് ദ കരിക്കുലം സോ ദാറ്റ് ഇറ്റ് ഗോസ് ബിയോണ്ട് ദ ടെക്സ്റ്റ് ബുക്ക്. ദാറ്റ് മീൻസ് ടെക്സ്റ്റ് ബുക്ക് മാത്രം, ടെക്സ്റ്റ് ബുക്ക് സെൻറ്റേർഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, അതിൻ്റെ അപ്പുറം ഉള്ള ഒരു നോളേജാണ് ഇവിടെ NCF 2005 പറയുന്നത്. നർച്ചറിങ് ആൻഡ് ഓവർ റൈഡിങ് ഐഡൻറ്റിറ്റി ഇൻഫോംഡ് ബൈ കെയറിങ് കൺസേൺസ് വിത്ത് ഡെമോക്രറ്റിക് പൊളൈറ്റി ഓഫ് ദ കൺട്രി. ഡെമോക്രറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ 5 ആണ് 5 ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഓഫ് NCFൽ വരുന്നത്. ഓക്കെ, പറയാത്തവരുണ്ട് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. 9th one, the lowest level of cognitive achievement is knowledge, understanding, application, analysis. ഏതാണ് ലോവസ്റ്റ് ലെവൽ ഓഫ് കോഗ്നിറ്റീവ് അച്ചീവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ്, നോളേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി ഇപ്പോൾ നിങ്ങൾ ഓർക്കണം. അപ്പോൾ നോളേജ് ആണ് ഏറ്റവും ബേസ് അല്ലെങ്കിൽ ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ടു ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് എന്ന രീതിയിലാണ് വരുന്നത്. ഏറ്റവും ലോവസ്റ്റ് ചോദിക്കുമ്പോൾ ഏതാണ്? നോളേജ് ആണ് അല്ലേ. നല്ല ചുമയുണ്ട്, അതുകൊണ്ടാണ് ക്ലാസ്സുകൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്കറിയാം സൈക്കോളജിയുടെ ക്ലാസ്സസ് എല്ലാം നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റിവിഷനും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ നമ്മൾ സോഷ്യൽ സയൻസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ അതാണ് ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു വയ്യാത്ത കാരണം അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ ഈ 1-2 ദിവസം കൊണ്ട് തന്നെ പറ്റാവുന്ന ക്ലാസ്സസ് ചെയ്തു തരാം. ഓക്കെ, 10th നോക്കാം. ദി ടേം കരിക്കുലം ഇൻ ദി ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ റെഫേഴ്സ് ടു മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് ദ കണ്ടന്റ് ടു ബി തോട്ട്. ഓപ്ഷൻ ബി, ഓവറോൾ പ്രോഗ്രാം ഓഫ് ദ സ്കൂൾ വിച്ച് സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ഓൺ എ ഡേ ടു ഡേ ബേസിസ്, ഇവാലുവേഷൻ പ്രോസസ്. ഓപ്ഷൻ സി. ആൻഡ് ഓപ്ഷൻ ഡി, ടെക്സ്റ്റ് മെറ്റീരിയൽ ടു ബി യൂസ്ഡ് ഇൻ ദ ക്ലാസ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി തന്നെയാണ് അല്ലേ. ദ ടേം കരിക്കുലം ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓവറോൾ പ്രോഗ്രാം ഓഫ് ദ സ്കൂൾ വിത്ത് സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ഓൺ ഡേ ടു ഡേ ബേസിസ്. അല്ലാതെ എവാലുവേഷൻ പ്രോസസ്സോ ടെക്സ്റ്റ് മെറ്റീരിയൽ മാത്രമല്ല, സ്കൂളുണ്ടാവുന്ന എല്ലാ ഓവറോൾ പ്രോഗ്രാമിനെയാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 11th ക്വസ്റ്റ്യൻ നോക്കാം. ദി കരിക്കുലം കൺസ്ട്രക്റ്റഡ് ബൈ കേരള സ്റ്റേറ്റ് റൂട്ടഡ് ഓൺ ദ ഐഡിയാസ് ആർട്ടിക്കുലേറ്റഡ് ഇൻ ദി നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF ഈസ് നെയ്മഡ് ആസ്. ഓപ്ഷൻ എ KCF 2007, ഓപ്ഷൻ ബി NCF 2005, ഓപ്ഷൻ സി ഡയറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ്? നമുക്ക് അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻ എ ആണ് അല്ലേ, KCF 2007. 12th one, expand IEDC, Integrated Education for Disabled Children, Integral Education for Disabilities Centers, Inclusive Education for Disabled Children. Option D, Inclusion of Elementary District Center.
എക്സ്പാൻഡ് IEDC. IEDCയുടെ എക്സ്പാൻഷൻ എന്താ? ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ. ഓപ്ഷൻ എ. 13th one, the record that may contain descriptions of significant incidents and behavior of children is called dash. Anecdotal record, portfolio, summative record, case study. ഏതാണ് ആൻസർ വരിക? The record that may contain descriptions of significant incidents and behavior of children. പറയുമ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ്, anecdotal record. 14th one, PWD Act came into force from 1885, 1996, 1990, 1992. PWD Act came into force from എപ്പോഴാണ്? 1996 ആണ്. ഓപ്ഷൻ ബി 1996. 15th one, reception learning connected to Skinner, David Osebel, Piaget, Noam Chomsky. Reception learning connected to, ഏതാണ് reception learning ആരുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം ഡേവിഡ് ഒസബെൽഡെ ആണ്. മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് അല്ല റിസപ്ഷൻ ലേണിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഡേവിഡ് ഒസബെൽഡെ ആണ്. 16th one, the right of children to free and compulsory education act 2009 ensures the rights of children with disabilities to free education from dash. Option A, 6 years to 18 years, 6 years to 15 years, 5 years to 15 years, 5 years to 16 years. ഏതാണ് ആൻസർ വരെ? 16th വൺ. അപ്പോൾ ശ്രദ്ധിക്കണം, അത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് 2009 എൻഷ്യൂർസ് ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് ടു ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രം. ആ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 6 to 18 years ആണ്. ഓപ്ഷൻ എ 6 years to 18 years. 17th one, the term hidden curriculum was originally coined by Philip W. Jackson, Ovid de Crowley, Charles Spearman, Helen Keller. The term hidden curriculum was originally coined by ആരാണ്? ഓപ്ഷൻ എ ആണ്, ഫിലിപ്പ് W. ജാക്സൺ. 18th question, in a student-centered classroom, the teacher should, option A, plan different learning experiences, option B, provide freedom for active learning, option C, manage student problems, option D, all the above. ഇൻ എ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ക്ലാസ് റൂം ദ ടീച്ചർ ഷുഡ് എന്തായിരിക്കണം? ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വരണേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക. ഓപ്ഷൻ ഡി, ഓൾ ദ എബോവ്. 19th one, Rahul is a primary school child and he shows excellence in drawing and painting. He is likely to be more dominant in dash. Visuospatial intelligence, linguistic intelligence, bodily kinesthetic intelligence, intrapersonal intelligence. ഏതാ വരിക? ഇപ്പോൾ നമുക്കറിയാം ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിംഗ് ആണല്ലോ. അപ്പോൾ ഓപ്ഷൻ എ ആണ്, വിഷ്വോസ്പേഷ്യൽ ഇൻ്റലിജൻസ്. 20th one, learning disabilities involved in fine motor skills are called dyspraxia, dyslexia, dyscalculia, dysgraphia. Learning disabilities involved in fine motor skills ഏതായിരിക്കും? ഓപ്ഷൻ എ ആണല്ലോ. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുമ്പോൾ ഡിസ്പ്രാക്സിയ ആണ്. 21th question, if a teacher wishes to solve classroom problems, which of the following is the most appropriate strategy that can be used? Option A, case study, option B, action research, option C, experimentation, option D, survey. ഏതാണ് വരിക? ഇഫ് എ ടീച്ചർ വിഷസ് ടു സോൾവ് ക്ലാസ് റൂം പ്രോബ്ലംസ്. ഇപ്പോൾ ക്ലാസ് റൂം റിലേറ്റഡ് പ്രോബ്ലംസിന് സോൾവ് ചെയ്യാൻ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി, ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആക്ഷൻ റിസർച്ച്. ക്ലോഷർ, നിയർനസ്, സിമിലാരിറ്റി ആൻഡ് കണ്ടിന്യൂഷൻ ആർ കാറ്റഗറീസ് ഓഫ്. ഓപ്ഷൻ എ, ഗെസ്റ്റാൾട്ട് ഓർഗനൈസേഷൻ, ഓപ്ഷൻ ബി, കോഗ്നിറ്റീവ് സ്റ്റൈൽ, ഓപ്ഷൻ സി, കോഗ്നിറ്റീവ് ഓർഗനൈസേഷൻ, ഓപ്ഷൻ ഡി, ലേണിംഗ് സ്റ്റൈൽസ്. ഏതാണ് വരിക? 22ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. ഗെസ്റ്റാൾട്ട് ഓർഗനൈസേഷൻ നമ്മൾ ക്ലോഷർ, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് പ്രോക്സിമിറ്റി ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഗെസ്റ്റാൾട്ട് ഓർഗനൈസേഷനുമായിട്ടാണ് ബന്ധപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചൈൽഡ് ഷോസ് ദ എബിലിറ്റി ടു ഇമിറ്റേറ്റ് ആക്ഷൻസ് പെർഫോംഡ് ഏർലിയർ ബൈ അഡൾട്ട്സ് ഈസ് കോൾഡ് ഡിഫേർഡ് ഇമിറ്റേഷൻ, സിംബോളിക് പ്ലേ, ആർട്ടിഫിഷ്യലിസം, ഓൾ ഓഫ് ദീസ്. The child shows the ability to imitate actions performed earlier by adults. അപ്പോൾ അഡൾട്ട്സ് ചെയ്യുന്ന അതേപോലെ തന്നെ ആക്ഷൻസ് ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഏതാണ് വരിക? അതിന് പറയുന്ന കറക്റ്റായിട്ടുള്ളൊരു പേരുണ്ട്, ഒരിക്കൽ എക്സാമിൽ ചോദിച്ചതും കൂടിയാണ്. ഡിഫേർഡ് ഇമിറ്റേഷൻ എന്നാണ്. നമ്മൾ എവിടെയാണ്? നമ്മുടെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നതാണ് അല്ലേ ഡിഫേർഡ് ഇമിറ്റേഷൻ.
24th question നോക്കാം. The individual at dash stage is able to use abstract rules to solve a whole class of problems. Option A formal operational, option B pre-operational, option C concrete operational, option D sensory motor. ഏതാണ് ഒരു ആൻസർ? ഓപ്ഷൻ എ ആണ്, ഫോർമൽ ഓപ്പറേഷനിലാണ്. ദ ഇൻഡിവിജ്വൽ അറ്റ് ഡാഷ് സ്റ്റേജ്, ഏത് സ്റ്റേജിലുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് ഈസ് ഏബിൾ ടു യൂസ് ആബ്സ്ട്രാക്റ്റ് റൂൾസ്. അപ്പോൾ തന്നെ നമുക്ക് കിട്ടി ആബ്സ്ട്രാക്റ്റ് റൂൾസ്. അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ എന്താണ് ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു തിങ്കിങ് പ്രോസസ്സ് നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് അല്ലേ. ഓപ്ഷൻ എ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. നെക്സ്റ്റ് വൺ, വിച്ച് മെത്തേഡ് ഈസ് കോൾഡ് എ സോഷ്യൽ മൈക്രോസ്കോപ്പ്? ഏത് മെത്തേഡിനെയാണ് സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നത് എന്നാണ്. ഇത് നമുക്ക് ഒരിക്കൽ LP UP എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത്തിരി നമ്മൾ ആദ്യം കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് നമ്മളിതൊന്ന് ഇൻക്ലൂഡ് ചെയ്തത് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. കേസ് സ്റ്റഡി മെത്തേഡ്, സർവേ മെത്തേഡ്, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, ആക്ഷൻ റിസർച്ച്. അറിയാമോ ഇതിൻ്റെ ആൻസർ? വിച്ച് മെത്തേഡ് ഈസ് കോൾഡ് സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്നറിയപ്പെടുന്ന ഒരു മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്തൊരു നോട്ട് ചെയ്യുക, കേസ് സ്റ്റഡി മെത്തേഡാണ്. അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും കീനായിട്ടില്ല കാര്യങ്ങൾ അത്രയും ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ് ഇൻഡെപ്ത് സ്റ്റഡിയാണ് അല്ലേ. അതുകൊണ്ടാണ് അതിനെ സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്നും കൂടി വിളിക്കുന്നത്. ഓക്കെ, കേസ് സ്റ്റഡി മെത്തേഡാണ്. 26th question, the conclusion children can learn violent behavior depicted in movies may be derived on the basis of the work done by which of the following psychologists? Edward L. Thorndike, J.B. Watson, Albert Bandura, Jean Piaget. ആൻസർ കിട്ടിയോ? ഓപ്ഷൻ സി ആണ്, ആൽബർട്ട് ബന്ദൂരയുടെയാണ്. അപ്പോൾ ഒരു കൺക്ലൂഷൻ നമ്മൾ എത്തുവാണ്, ചിൽഡ്രൻ ക്യാൻ ലേൺ വയലൻറ്റ് ബിഹേവിയർ ഡിപ്പിക്റ്റഡ് ഇൻ മൂവീസ്. അപ്പോൾ നമ്മുടെ മൂവീസിലൊക്കെ ചില വയലൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ കാണിക്കാറുണ്ട്. സോ അത് കണ്ടിട്ട് കുട്ടികൾ അത് ലേൺ ചെയ്യും എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്തുന്നത് ഈ പറഞ്ഞ ഏത് സൈക്കോളജിസ്റ്റിൻ്റെ വർക്കിൻ്റെ ബേസിക്കിലാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആൽബർട്ട് ബന്ദൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി പറയുന്നത് അവിടെയാണ് മോഡലിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലേ. സോ ഓപ്ഷൻ സി ആൽബർട്ട് ബന്ദൂരിയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഒരു കൺക്ലൂഷനായിട്ട് വരുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് തന്നേക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൽബർട്ട് ബന്ദൂര. ഇനി 27th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ വുഡ് ബി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ചോയ്സ് ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്? ചിൽഡ്രൻ ഡാഷ് ഫാസ്റ്റർ വെൻ ദേ ആർ ഇൻവോൾവ്ഡ് ഇൻ ദ ആക്ടിവിറ്റീസ് ദാറ്റ് സീംസ് ടു ബി ഡാഷ്. ഓപ്ഷൻസ് നോക്കാം. ഫോർഗെറ്റ്, യൂസ്ഫുൾ ഇൻ എ ക്ലാസ് റൂം ലിങ്ക്. ഓപ്ഷൻ ബി റിക്കോർഡ് their class work only. ഓപ്ഷൻ സി മെമ്മറൈസ്, കൾച്ചറലി ന്യൂട്രൽ. ഓപ്ഷൻ ഡി ലേൺ, യൂസ്ഫുൾ ഇൻ റിയൽ ലൈഫ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് നോക്കുക ഏതാണ് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് വരുന്നത് എന്നുള്ള കാര്യം. ഏതാണ് വരിക? ചിൽഡ്രൻ എന്താണ് ലേൺ ഫാസ്റ്റർ. ഓപ്ഷൻ ഡി ആണ്, ലേൺ ഫാസ്റ്റർ വെൻ ദേ ആർ ഇൻവോൾവ് ഇൻ ദ ആക്ടിവിറ്റീസ് ദാറ്റ് സീംസ് ടു ബി യൂസ്ഫുൾ ഇൻ റിയൽ ലൈഫ്. അപ്പോൾ കുട്ടികൾ നമ്മൾ റിയൽ ലൈഫിലും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കും അല്ലേ. ചിൽഡ്രൻ ലേൺ ഫാസ്റ്റർ വെൻ ദേ ആർ ഇൻവോൾവ് ഇൻ ദ ആക്ടിവിറ്റീസ് ദാറ്റ് സീംസ് ടു ബി യൂസ്ഫുൾ ഇൻ റിയൽ ലൈഫ്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് നോക്കാം. റാണി ആൻഡ് അപ്പർ പ്രൈമറി സ്കൂൾ സ്റ്റുഡൻറ്റ് can learn and perform better through group works and discussion method. She is dominant in linguistic intelligence, interpersonal intelligence, bodily kinesthetic intelligence, logical mathematical intelligence. ഏതാണ് വരിക ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ ബി ആണ്, ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. അപ്പോൾ റാണി അപ്പർ പ്രൈമറി സ്കൂൾ സ്റ്റുഡൻ്റ് ആണ്. ക്യാൻ ലേൺ ആൻഡ് പെർഫോം ബെറ്റർ ത്രൂ ഗ്രൂപ്പ് വർക്ക്സ്. അപ്പോൾ ഗ്രൂപ്പ് വർക്ക്സിൽ ഇൻവോൾവ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസ്കഷൻ മെത്തേഡിലൂടെ കുട്ടിക്ക് കൂടുതൽ ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് മറ്റുള്ളവരുടെ ഇടയിൽ നല്ല രീതിയിൽ കുട്ടിക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്ത് വരും? ഒരു ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ് അവിടെ കാണിക്കുന്നത്. ഷീ ഈസ് ഡോമിനൻറ്റ് ഇൻ ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. Next one, which group of children needs Braille system for their learning? Hearing impaired, visually impaired, learning disabled, mentally retarded. ഏതാണ് ആൻസർ? നമുക്ക് പറയാം ബ്രെയിലി സിസ്റ്റം അല്ലേ. ബ്രെയിലി സിസ്റ്റം നമ്മൾ ഏത് ടൈപ്പ് കുട്ടികൾക്കാണ്, ഏത് കുഴപ്പമുള്ള കുട്ടികൾക്കാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാവുന്നതാണ് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് അല്ലേ. അപ്പോൾ വിഷ്വലി ഇമ്പയർഡ്. The mental age and chronological age of a student are same. What can be inferred from this with regard to the IQ of the student? The IQ will be more than 130, the IQ will be 120, the IQ will be 100, the IQ will be less than 100. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക? അത് മെൻ്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും ഒരു കുട്ടിയുടെ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ ഐക്യുവിനെ കുറിച്ച് എന്താ പറയുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം മെൻ്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും ഈക്വൽ ആവുകയാണെങ്കിൽ ഐക്യു എന്തായിരിക്കും? ഐക്യു കാണാനുള്ള ഇക്വേഷൻ എന്താ?
MA/CA ഇൻറ്റു 100 ആണ്. അപ്പോൾ MA എന്ന് പറഞ്ഞപ്പോൾ 10 ആണ് വിചാരിക്കുക, CA എന്നുള്ളത് 10 ആണ് വിചാരിക്കുക. അപ്പോൾ എന്താണ് MA/CA എന്ന് പറയുമ്പോൾ എന്തായി 10/10 ആയി അല്ലേ. 10/10 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എന്താണ് 1 ഇൻറ്റു 100 100 ആണ്. സോ ദ IQ വിൽ ബി 100. ഓപ്ഷൻ സി ആണ്. ദ IQ വിൽ ബി എന്തായിരിക്കും 100 ആയിരിക്കും. അപ്പോൾ മെൻ്റൽ ഏജും ക്രോണോളജിക്കലും ഏജ് ഒരുപോലെ ആവുകയാണെങ്കിൽ കുട്ടിയുടെ IQ എന്ന് പറയുമ്പോൾ ദ IQ വിൽ ബി എന്തായിരിക്കും 100 ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഡൗട്ട് വരികയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു നമ്പർ എടുത്ത് ഏതെങ്കിലും ഒരു ഏജ് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇങ്ങനെയൊക്കെ ട്വിസ്റ്റ് ചെയ്തൊക്കെ ചോദിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വെച്ച് നമ്മുടെ ഇക്വേഷനിൽ വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, IQ വിൽ ബി 100 ആണ്. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് നോക്കാം. അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻ ഇൻഡിവിജ്വൽ ഫേസസ് ദി പ്രോബ്ലം ഓഫ് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്? ഓൾഡ് ഏജ്, അഡോളസൻസ്, ചൈൽഡ്ഹുഡ്, ഇൻഫാൻസി. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് അല്ലേ, അഡോളസൻസ്. അപ്പോൾ ഏത് ഏജിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് ആൻഡ് ഇൻഡിവിജ്വൽ ഫേസസ് ദി പ്രോബ്ലം ഓഫ് വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് വൊക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വൊക്കേഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഫേസ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? ഓൾഡ് ഏജിലോ ചൈൽഡ്ഹുഡിലോ ഇൻഫാൻസിലോ ഒന്നും അല്ല. നമുക്കറിയാം വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ വരുന്നത് അഡോളസൻസ് ഏജിലാണ്. വിച്ച് സൈക്കോളജിസ്റ്റ് കോയിൻ ദ ടേം സ്ട്രോം ആൻഡ് സ്ട്രെസ് ഇൻ അഡോളസൻസ്? ക്ലർക്ക് എൽ ഹൾ, ലോറൻസ് കോൾബർഗ്, സ്റ്റാൻലി ഹാൾ, ജെറോം ബ്രൂണർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വിച്ച് സൈക്കോളജിസ്റ്റ് കോയിൻ ദ ടേം സ്ട്രോം ആൻഡ് സ്ട്രെസ് ഇൻ അഡോളസൻസ്? ഓപ്ഷൻ സി, സ്റ്റാൻലി ഹാൾ. ദ ടേം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ റെഫേഴ്സ് ടു ഓപ്ഷൻ എ, എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ ബിലോങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് along with നോർമൽ ones, എഡ്യൂക്കേഷൻ ഇൻ മൾട്ടി ഗ്രേഡ് സെറ്റിംഗ്, എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം മൈനോറിറ്റി ഗ്രൂപ്പ്സ്. ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ. ദ ടേം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റിയും വിത്തൗട്ട് ഡിസബിലിറ്റിയും ഒരു കുടക്കീഴിൽ കൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ രീതിയാണ് അല്ലേ. സോ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് എലോങ് വിത്ത് നോർമൽ വൺസ് ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടേമിന് റെഫർ ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് SEN മീൻ? സോഷ്യൽ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്, സോഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്, സോഷ്യൽ എക്സെപ്ഷൻ നീഡ്. അപ്പോൾ സെൻ അല്ലെങ്കിൽ SEN എന്ന് പറയുമ്പോൾ എന്താണ്? സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡാണ്. ഓപ്ഷൻ ബി ആണ്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡിന് ഷോർട്ട് ഫോമാണ് സെൻ എന്ന് പറയുന്നത്. ഓക്കെ, 35th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പിയാഷെ തിയറി എ പ്രോസസ് വിച്ച് ഈസ് ദി ബാലൻസിങ് ആക്ട് ബിറ്റ്വീൻ ദി ഓൾഡ് ആൻഡ് ദ ന്യൂ, ബിറ്റ്വീൻ പെർസെപ്ഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് നോൺ ആസ് അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രേഷൻ, നോളജ് ഡിസ്റ്റർബൻസ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ നമുക്കറിയാം, ഓപ്ഷൻ സി ആണ്, ഇക്വിലിബ്രേഷൻ അല്ലേ. അപ്പോൾ ഓൾഡും ബാലൻസിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾഡ് സ്കീം ന്യൂ സ്കീമൊക്കെ ഒരു ബാലൻസിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുക മീൻസ് ഇക്വിലിബ്രേഷൻ. മെത്തേഡ് ഫോർ ഐഡൻറ്റിഫൈയിങ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഈസ് ഒബ്സർവേഷൻ, ഇൻ്റലിജൻസ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഓൾ ഓഫ് ദ എബോവ്. ആൻസർ പറഞ്ഞോളൂ ഏതാണ്? 36ന് ആൻസർ വരിക. മെത്തേഡ് ഫോർ ഐഡൻറ്റിഫൈയിങ് ഗിഫ്റ്റഡ് ചിൽഡ്രൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഈ തന്ന 3 മെത്തേഡും പെടും. സോ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. 37th ക്വസ്റ്റ്യൻ. ടീച്ചിങ് ഈസ് ഡിഫൈൻഡ് ആസ് ഫെസിലിറ്റേഷൻ ഓഫ് ലേണിംഗ്, transmission of knowledge by teachers and its reception by the students, reading the textbook, transmission of knowledge by teachers. Teaching is defined as ഇതന്നതിൽ ഏതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ എ തന്നെയാണ്, ഫെസിലിറ്റേഷൻ ഓഫ് നോളേജ്, ഫെസിലിറ്റേഷൻ ഓഫ് ലേണിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ചുമ്മാ അല്ലാതെ നോളജ് അങ്ങോട്ട് കുട്ടികളുടെ തലയിൽ കൊണ്ട് വയ്ക്കുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുക എന്നൊരു രീതിയല്ല അല്ലേ. ഓപ്ഷൻ എ തന്നെയാണ് ഫെസിലിറ്റേഷൻ ഓഫ് ലേണിംഗ് എന്നുള്ളത്. അപ്പോൾ ക്ലാസ് ചിലപ്പോൾ മേ ബി നമ്മുടെ പഴയ ക്ലാസ്സിന് അത്ര ഒരു ഉഷാറാവണമെന്നില്ല. കാരണം സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട്, ഇടയ്ക്കൊക്കെ ചുമ വരുന്നുണ്ട്, ഒരു പഴയ ഒരു എനർജി ഇല്ല, ഒന്നൊക്കെ റിക്കവറായി ഞങ്ങൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, പറ്റുമെങ്കിൽ പറ്റാവുന്ന ക്ലാസ്സസ് എല്ലാം നമുക്ക് ഒന്നിന് 2 ദിവസം തന്നെയല്ലേ ഉള്ളൂ നമുക്ക് എക്സാമിന്, അതിന് മുമ്പായിട്ട് ചെയ്യാൻ നോക്കാമേ. A teacher gives a lot of positive or negative examples in his or her presentations in the classroom. This will be related to which level of teaching? Autonomous development level, memory level, understanding level, reflective level. ഇപ്പോൾ ഏത് ലെവലിലാണ് വരിക?
a teacher gives a lot of positive and negative examples in his or her presentations in the classroom. അപ്പോൾ ക്ലാസ്റൂമിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള എക്സാമ്പിൾസ് എല്ലാം ടീച്ചർ കൊടുത്ത് കാര്യം ക്ലിയർ ആക്കണം. അപ്പോൾ അത് ഏത് ലെവൽ ടീച്ചിങ്ങിലാണ് വരിക? ഓപ്ഷൻ എ സി ആണ് അല്ലേ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലാണ് നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കുക എന്നുള്ള കാര്യം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. According to Freud, the structure of personality that acts on pleasure principle is superego, ego, id, libido. Pleasure principle എന്ന് പറയുമ്പോൾ ഏതാണ്? The structure of personality that acts on pleasure principle is ഓപ്ഷൻ സി ആണ്, ഇതാണ് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എന്താണ്? പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. ഈഗോ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ഈഗോ, സൂപ്പർ ഈഗോ. റിയാലിറ്റി പ്രിൻസിപ്പിളാണ് ഈഗോ. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ മൊറാലിറ്റി പ്രിൻസിപ്പിളാണ്. അപ്പോൾ 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണേ. ഇതാണ് പ്ലഷർ പ്രിൻസിപ്പിൾ. 40th one, which of the following is not directly related to Vygotskian views? Meaningful reception learning, reciprocal teaching, cooperative learning, zone of proximal development. ആൻസർ ഓപ്ഷൻ എ ആണല്ലേ. നമ്മുടെ വൈഗോട്സ്കിയൻ വ്യൂസുമായിട്ട് ഡയറക്റ്റായിട്ട് റിലേറ്റ് ആയിട്ട് വരാത്തത് ഏതാണ് എന്നാണ്. നോട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു വൈഗോട്സ്കിയൻ വ്യൂസ്. അപ്പോൾ നമുക്കറിയാം മീനിങ് റിസപ്ഷൻ ലേണിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഡേവിഡ് ഒസബിളുടെ ആണ്, വൈഗോട്സ്കിയുടെ ആണ്. കോപ്പറേറ്റീവ് ലേണിംഗ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റും റെസിപ്രോക്കൽ ടീച്ചിങ് ഒക്കെ നമുക്ക് വൈഗോട്സ്കിയുടെ വ്യൂവിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് മീനിങ് റിസപ്ഷൻ ലേണിംഗ്. അപ്പോൾ പെട്ടെന്നായിരുന്നു ഒരു 40 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തത്. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പറ്റുമെങ്കിൽ ഇനിയുള്ള ദിവസം കൂടുതൽ ക്ലാസ്സസ് ചെയ്യാം, മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഞങ്ങളൊക്കെ പെട്ടെന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ കുറേ പേരൊക്കെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്ത് പറ്റി മാം, എന്തായി അസുഖമൊക്കെ മാറിയോ എന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും സന്തോഷം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ വളരെ വളരെ താങ്ക്സ്. അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക, ഒന്നും ഉഴപ്പരുത്. എക്സാം അടുത്തെത്താറായി, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഹാൾ ടിക്കറ്റ് എല്ലാം ഡൗൺലോഡ് ചെയ്യുക, റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. കീപ് വാച്ചിങ് ഓൾ. താങ്ക് യു.